ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനൽ ഇയർ ട്രിപ്പിൻ്റെ ഡേ 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. വൈകുന്നേരത്തെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അവിടെ കൊണ്ട് ഇന്നലത്തെ വീഡിയോ നിർത്തിയത്, അതായത് ഡേ 2യുടെ വീഡിയോ നിർത്തിയത്. ഇത് പിന്നെ ഞാൻ അടുത്ത ദിവസം രാവിലെയാണ് എടുക്കുന്നത് വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നേരത്തേതിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. എൻ്റെ കണ്ണ് പോലും എഴുതിയേക്കുന്ന അതേപോലെ ഉണ്ട്, എന്തിന് ലിപ്സ്റ്റിക്ക് പോലും. അതിൻ്റെ അർത്ഥം ഞാനൊന്ന് കിടന്നിട്ട് പോലും ഇല്ല. അപ്പോൾ തലേ ദിവസവും ഉറങ്ങിയിട്ടില്ല, ഇനി മുന്നത്തെ ദിവസം കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. 3 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. കൂടിപ്പോയ ഒരു 2 മണിക്കൂറൊക്കെ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ വല്ലതും കാണുമായിരിക്കും, അതല്ലാതെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 4:30 ആയപ്പോൾ തന്നെ എണീറ്റ് റെഡി ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഡ്രസ്സ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കമ്മല്, മാല, വള അതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. മുഖത്തൊന്നുമേ ചെയ്യേണ്ടി വന്നില്ല, കാരണം ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയതും എല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡള്ളൊന്നും ആയിട്ടില്ല. ഇനി ഞാൻ മുഖമൊക്കെ കഴുകി വരുമ്പോഴത്തേക്കും ആ കണ്ണെഴുതിയേക്കുന്നത് മൊത്തം അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവും, പിന്നെ നല്ല കോലമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പണിക്ക് നിന്നില്ല. അതേപോലെ തന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ് ഒക്കെ കഴിച്ചു. അതേപോലെ തന്നെ ഒരു ചെറിയ ചപ്പാത്തിയും കഴിച്ചു. അത്രയൊക്കെ തന്നെ എനിക്ക് ധാരാളമാണ്, കാരണം എനിക്ക് കേരളത്തിലെ ഫുഡാണ് കുറച്ചും കൂടെ ഇഷ്ടം. പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ടും പിന്നെ ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കഴിക്കുന്നതാ. ഓവറാക്കി കഴിഞ്ഞാൽ പണി പാളിയാലോ എന്നൊരു പേടി അപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എന്നെ മാത്രം കാണുന്ന രീതിയിലൊക്കെ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു, ഇടി അങ്ങനെയല്ലടി, ഇങ്ങനെ ക്യാമറ വെക്കുക, എന്നിട്ട് ആ ലൈറ്റിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുക, അപ്പോൾ നല്ല രീതി കിട്ടും. അത്രയും സപ്പോർട്ടീവാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഈ ബാച്ചും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും, അതായത് എൻ്റെ എൻറ്റയർ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല പിള്ളേരാണ്. ഞാൻ എൻ്റെ കുളു ഹിയർ എന്ന് പറയുന്ന ആ അക്കൗണ്ടിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഞാൻ ഇവരെല്ലാവരും മിസ് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫോർ ഷുവർ. ആൻഡ് ഗൈസ്, മീറ്റ് മൈ ബ്രദർ. ഇതാണ് എൻ്റെ സ്വന്തം ചേട്ടൻ. സ്വന്തം ചേട്ടൻ അല്ലെങ്കിലും സ്വന്തം ചേട്ടനെ പോലെയാണ്. ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണ്. ശരിക്കും ഒരു ചേട്ടനും അനിയത്തിയും പോലൊക്കെ തന്നെയാണ് ഞങ്ങളും. ഞാൻ ഓരോ വള്ളികളും പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുന്നതും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും ഒക്കെ ഇവൻ തന്നെയാണ്. ഏറെക്കുറെ ഞാനതൊന്നും കേൾക്കാറില്ല, എന്നാലും അവൻ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കുറേ എനിക്ക് യൂസ്ഫുൾ ആവാറുമുണ്ട്. പിന്നെ നമ്മൾ അനിയത്തിമാർക്ക് ചേട്ടന്മാരൊക്കെ പറയുന്നത് കേൾക്കാൻ കുറച്ച് മടിയാണല്ലോ, അതെനിക്കുമുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മളിത് എത്തിയേക്കുവാണ്. കണ്ടോളിം ബീച്ചാണിത്. പിന്നെ ഈ ബീച്ചിലേക്ക് നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് വെച്ച് പിടിച്ച് നടന്ന് അങ്ങനെ ബീച്ചിലെത്തിയേക്കുവാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ചധികം നേരം കിട്ടിയായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ബീച്ചായിരുന്നു, ഒത്തിരി നേരം ഇവിടെ കളിച്ചു. ഉടുപ്പൊന്നും നനയ്ക്കരുതെന്നുള്ള ആഗ്രഹം എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നെങ്കിലും ആദ്യമേ കുറേ നേരം ഞാൻ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞ്, നമ്മുടെ ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, അതിങ്ങനെ പുറത്തിറങ്ങി വന്നു. പിന്നെ അവസാനം ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഗൈസ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ബീച്ചിൽ കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ പോകാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഏത് സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ സ്ഥലം കണ്ടാൽ ഓർക്കാമെന്ന് ഓർത്താൽ അതും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഉച്ചയൊക്കെ ആവാറായപ്പോൾ തന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിക്ക് ഡള്ളായിട്ടുണ്ടായിരുന്നു. വെയിലൊരു രക്ഷയില്ല, പൊരി വെയിലായിരുന്നു. തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് നേരം പിടിച്ചു തന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തല കറങ്ങി വീണില്ല. അപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നൊരു കരിക്കൊക്കെ കുടിച്ചു. അപ്പോഴാണ് ഒരു സമാധാനമായത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു, ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹോട്ടലിൽ വന്നതിൻ്റെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. എൻ്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മൊത്തത്തിൽ എനിക്ക് കുഞ്ഞു കുഞ്ഞു പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൂം കാർഡ് ഉള്ളിൽ വെച്ച് റൂം ലോക്ക് ചെയ്തപ്പോൾ തൊട്ട് തുടങ്ങിയ പണികളാണ്. വഴിയേ ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ കുറേ മറ്റേ ശബരിമല പോലെ കുറേ പടികൾ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. നല്ല സ്പോട്ടിലേക്കാണ് കേസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വഗേറ്റർ ബീച്ചിലേക്കാണ് നമ്മൾ നടന്ന് കയറാൻ വേണ്ടി പോകുന്നത്. അവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലൊക്കെയാണ്. ഇത്രയും പടികളൊക്കെ കയറി ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ്. ഇന്ന് നമ്മുടെ ആനന്ദ മൂവിയിൽ ലാസ്റ്റത്തെ ഏതൊക്കെയോ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ചേട്ടന്മാർ നമ്മളെ ഒരു ഹിഡൻ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഇത്രയും പടികൾ കയറിയതിൻ്റെ സന്തോഷത്തിലാണ് ആൻഡോ സാറ്. ഇത് പിന്നെ മോളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ വെറുതെ ഞാൻ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഇത്രയും നടന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു വാവയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. ഞങ്ങളുടെ പുറകിൽ കാണുന്ന ആ 3 ചേട്ടന്മാരായിരുന്നു നമ്മുടെ കൂടെ ട്രിപ്പിന് വന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ് ഗൈസ്. നമുക്കിനി അടുത്തത് ഹിഡൻ സ്പോട്ടിലേക്ക് പോകാം. അതിൻ്റെ പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു, കാരണം ഹിഡൻ സ്പോട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. അവർ അടുത്ത ബാച്ചിനെ കൊണ്ട് വരുമ്പോഴും അവർക്കും എന്തെങ്കിലുമൊക്കെ എക്സൈറ്റ്മെൻറ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. മാത്രമല്ല ഈ 3 ചേട്ടന്മാർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇത് പരസ്യമാക്കരുത് കുട്ടിയേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു പാവല്ലേ, ജീവിച്ചു പോട്ടെ. എന്തടി ഇത്, അതെടുത്ത് മാറ്റിക്കൂടെ എന്നാ? അങ്ങനെ നമ്മൾ ഈ വഴികളിലൂടെയൊക്കെ നടന്ന് ദേ ആ കാണുന്ന അങ്ങറ്റത്തേക്ക് എത്താൻ വേണ്ടി പോവാണ്, സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വഗേറ്റർ ബീച്ചിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. പോകുന്ന വഴി പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇറങ്ങുന്ന വഴി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ യാതൊരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ അങ്ങ് വെച്ച് നടന്നു. പോകുന്ന വഴി പിന്നെ നല്ല നല്ല സ്പോട്ടുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതേപോലെ നിന്ന് എല്ലാവരും മാറി മാറി ഫോട്ടോ ഒക്കെ എടുത്ത് പതുക്കെയാണ് അവിടെ എത്തിയത്, കാരണം നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാൻ വേണ്ടി നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് പിന്നെ മിസ് ചെയ്തേണ്ട ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്ന് നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വഗേറ്റർ ബീച്ചിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോകും. ആ ഇറക്കം ഒരു 1.5 ഇറക്കം തന്നെയാണ്. എനിക്ക് വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ശ്രമിക്കുകയും ചെയ്തു, പക്ഷെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീഴാനും പരിക്കുകൾ പറ്റാനും നല്ല ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ക്യാമറയൊക്കെ അങ്ങ് ഓഫാക്കി വെച്ചു. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, ജീവനല്ലേ വലുത്, വീഡിയോ നമുക്ക് പിന്നെ എടുക്കാമല്ലോ എന്നൊക്കെ. ഓർത്തപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. സൺസെറ്റ് കാണാൻ കുറച്ചധികം നേരത്തെ എത്തിയോണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ഒന്ന് വൈബായി. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ സമയമായി വന്നിരുന്നു. പിന്നെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ വഗേറ്റർ ബീച്ചിൻ്റെ താഴത്തോട്ട് ഇറങ്ങിപ്പോയി. അവിടെ പിന്നെ നമ്മൾ വളരെ കുറച്ച് നേരമേ സ്പെൻഡ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വന്നു. പിന്നെ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നു. അതിൻ്റെ ഇടയിൽ അവിടെയും എനിക്ക് പണി കിട്ടി. എൻ്റെ റൂമിലുള്ള ഒരാൾ കുളിക്കാൻ പോയി, റൂം ലോക്ക് ചെയ്തിട്ട്. നമുക്കിത് പുറത്തുനിന്ന് തുറക്കാനും പറ്റത്തില്ല, ഞാൻ അവിടെ പെട്ടുപോയി ഗേസ്. പിന്നെ അവരിറങ്ങാൻ പറഞ്ഞ കൃത്യസമയമായപ്പോഴാണ് എനിക്ക് റൂം ഒന്ന് തുറന്നു കിട്ടിയത്. പിന്നെ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി ഞാൻ ഇറങ്ങി, കാരണം ഞാൻ മാത്രമേ ഇന്ന് റെഡി ആവാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മുഖത്ത് കണ്ണെഴുതാനോ അല്ലെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് നിന്നില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് വേഗം 5 മിനിറ്റുള്ളിൽ ഞാൻ ഇറങ്ങി. കാരണം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുമായിരുന്നു. ഒരു കുഞ്ഞ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ എല്ലാവരും വൈറ്റ് ഇട്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ ലാൻറ്റേൺ ആയിരിക്കും അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ആയിരിക്കും എന്നൊക്കെ അവർക്കറിയായിരുന്നു. പക്ഷേ എന്നാലും ഞാനായിട്ട് അത് റിവീൽ ചെയ്യാൻ നിന്നില്ല, ചെറിയൊരു സർപ്രൈസ് പോലെ കൊടുത്തു. എല്ലാവർക്കും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന്. ഇതിനു മുന്നേ ഇതാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 2-3 തവണ ലാൻറ്റേൺ ഇങ്ങനെ കത്തിച്ചു വിട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. എനിക്ക് ഏതായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ഓരോരുത്തരായിട്ട് ലാൻറ്റേൺ കത്തിച്ചു വിടുവാണ്. ഞങ്ങളുടെ ലാൻറ്റേൺ പിന്നെ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഫ്ലോപ്പ് ആയിട്ടില്ല കേട്ടോ, അത് മുകളിലോട്ട് പോവുകയൊക്കെ ചെയ്തു. ഇത് പിന്നെ ബോയ്സിൻ്റെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേരും അതേപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരും ഒക്കെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഇത് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെയാണ്. ഗോവയിലുള്ള ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റാണിത്. ഏകദേശം പറഞ്ഞാൽ ട്രിപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ തിരിക്കും, ഡിന്നറൊക്കെ കഴിഞ്ഞ്. നമ്മൾ ലാൻറ്റേൺ വിടാമെന്ന് ആദ്യം തീരുമാനിച്ചത് ബാഗ ബീച്ചിലായിരുന്നു. പിന്നെ അവിടെ ആ സമയത്ത് കുറച്ച് ഫയർ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നൈസായിട്ട് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ബാഗ ബീച്ചിൽ നല്ല ക്രൗഡായിരിക്കും, അപ്പോൾ ഞങ്ങൾ ഒരു പ്രൈവറ്റ് സ്പേസ് തപ്പി നമ്മൾ രാവിലെ പോയ ബീച്ചിൽ തന്നെയായിരുന്നു. വൈകുന്നേരം പോയി ലാൻറ്റേണൊക്കെ വിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ബിലേക്ക് വന്നു. നമുക്ക് ശരിക്കും പബ്ബ് ഒരു പ്ലാനിലുണ്ടായിരുന്നല്ല, പിന്നെ പെട്ടെന്ന് നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ പബ്ബിലും വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വൈകിട്ടാണ് ബാഗ ബീച്ചിലേക്ക് പോകുന്നത്. ഇന്ന് ഒത്തിരി ലേറ്റായിട്ട് 2:30-3 മണി എന്തോ ആകുമ്പോഴാണ് നമ്മൾ ഹോട്ടലിലെത്തുക. അങ്ങനെ പബ്ബിലൊന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളുടെ പബ്ബിൽ വേറെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ വന്ന ആ 3 ചേട്ടന്മാരും, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പബ്ബിൽ ചെന്നപ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. നമ്മുടെ ടീച്ചേഴ്സും പിന്നെ ഒരേ വൈബായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാഗ ബീച്ചിലൊക്കെ പോയി. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. 12 മണിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ പോയത്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഹോട്ടലിൽ വന്ന് കുറച്ച് നേരം യൂണോ ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. ബൈ ബൈ.